SSLCക്കും +2നും ശേഷം IT തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ചില ആളുകളൊക്കെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത ആളുകളും ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കാണുക. കാരണം ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് IT-യിലെ ഏത് ട്രേഡ് തിരഞ്ഞെടുക്കണം എന്നറിയാത്ത രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുമുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം എന്നുള്ള രീതിയിലാണ്. IT-യിൽ ഏതാണ്ട് 100ഓളം ട്രേഡുകളുണ്ട്. ഏറ്റവും മികച്ച ട്രേഡ് ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന ട്രേഡ് നല്ലതാണോ അല്ലെങ്കിൽ ഏത് ട്രേഡാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാ ട്രേഡും നല്ലത് തന്നെയാണ്. കോമൺ ആയിട്ട് എനിക്ക് അതാണ് പറയാനുള്ളത്, എല്ലാ ട്രേഡും നല്ലത് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ IT-കളിലുള്ള ഏറ്റവും മികച്ച 10 ട്രേഡുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ജോബ് പ്രയോറിറ്റിയും കൂടിയും വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ഏറ്റവും മികച്ച 10 ട്രേഡുകൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും ഇതിൽ എൻ്റെ അതേ അഭിപ്രായം തന്നെ ആയിരിക്കണം എന്നില്ല മറ്റുള്ള ആളുകൾക്ക്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയും വേണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഏറ്റവും മികച്ച 10 IT ട്രേഡുകൾ ഏതൊക്കെയാണ്? അപ്പം ഇത് പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തൊഴിൽ സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഒരുപക്ഷെ എൻ്റെ അതേ അഭിപ്രായം തന്നെ ആയിരിക്കണമെന്നില്ല മറ്റുള്ള ആളുകൾക്ക്. എന്തായാലും നിങ്ങളുടെ കുട്ടിക്ക് ഏത് ട്രേഡ് തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ IT-യുടെ വാല്യൂ, അതുപോലെ തന്നെ എന്താ പറയുക, സ്ഥാപനത്തിൻ്റെ വാല്യൂ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളൊക്കെ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ആൾക്ക്, ഈ പഠിക്കാൻ പോകുന്ന ആൾക്ക് ആ ട്രേഡിൽ താല്പര്യമുണ്ടോ, എന്താ പറയുക, അതിനകത്തൊരു അഭിരുചി ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ട്രേഡ് തിരഞ്ഞെടുക്കാവുള്ളൂ. ആ ട്രേഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ പറയുന്ന ട്രേഡ് തന്നെ എല്ലാവരും പോയി ചേരണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അവൻ്റെ ടേസ്റ്റ് ഏതാണോ അല്ലെങ്കിൽ അവളുടെ ടേസ്റ്റ് ഏതാണോ ആ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനാണ് കുറേ കൂടി ശ്രമിക്കേണ്ടത്. ഏറ്റവും മികച്ച എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജോലി സാധ്യതയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ് എന്ന് തോന്നുന്ന 10 ട്രേഡുകളെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി വരുന്ന ട്രേഡുകൾ, അല്ലെങ്കിൽ ഞാൻ ഈ പറയാതെ ബാക്കി കിടക്കുന്ന ഏതാണ്ട് 100ഓളം ട്രേഡുകളുണ്ട്, അതിലെ ഒരു 10 എണ്ണമാണ് ഞാൻ എടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ മോശം ട്രേഡാണ് എന്നുള്ള അഭിപ്രായത്തിൽ നിങ്ങൾ നിൽക്കരുത്. എല്ലാം നല്ല ട്രേഡുകളിന്, എല്ലാത്തിനും ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഡിമാൻഡൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു ഓർഡറിലാണ് പറയുന്നത്. അതായത് ഏറ്റവും മികച്ചത് ഞാൻ ഏറ്റവും അവസാനമാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് അഭിപ്രായമുള്ള ട്രേഡ് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ 10ാമത്തെ ട്രേഡാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള IT-കളിൽ ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു 10 ട്രേഡ് എടുത്തിൽ 10ാമത്തെ ട്രേഡായിട്ട് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് എന്ന് പറഞ്ഞ ഒരു ട്രേഡാണ്. എന്താണ് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് എന്ന് പറയുന്നത്? അപ്പം ഇവിടെ സാധാരണഗതിയിൽ ഈ മെക്കാനിക് എന്നുള്ള ട്രേഡ്, ഞാൻ ഇനി ഒരുപാട് ട്രേഡുകളിൽ മെക്കാനിക് എന്ന് പറഞ്ഞ സാധനം കയറി വരാൻ സാധ്യതയുണ്ട്. ആളുകളുടെയൊക്കെ ഒരു ധാരണ ഇത് ഈ മെക്കാനിക് എന്ന് പറയുന്ന ആൾ നന്നാക്കാനുള്ള ആളാണ് എന്നുള്ളതാണ്. ഒരു പരിധിവരെ നമുക്ക് അങ്ങനെയും കൂടി പറയാം. പക്ഷേ എന്താ വെച്ചാൽ പൂർണ്ണമായും ഇത് നന്നാക്കാനുള്ള ആളല്ല. പലപ്പോഴും IT-കൾ പ്രൊഡക്ഷൻ സൈഡിലാണ് IT-യിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. അതായത് ഒരു കാര്യം നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, അതാണ് പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വാഹനങ്ങളാണെങ്കിൽ വാഹനം നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ, ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ മെക്കാനിക് എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക് എന്ന് പറയുന്നത് വെറും നന്നാക്കാനുള്ള ഒരാൾ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്? നിങ്ങൾ കുറേ ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ കാണാറുണ്ട് ഇല്ലേ? ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകൾ പല സാധനങ്ങളും ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ ഈ ഇൻസ്ട്രുമെൻറ്റുകളെ കുറിച്ച് പഠിക്കുകയും ആ ഇൻസ്ട്രുമെൻറ്റ് നിർമ്മാണവും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് എന്ന് പറഞ്ഞ ട്രേഡ്. ഇപ്പോൾ മൾട്ടിമീറ്റർ, അതുപോലെ പലതരത്തിലുള്ള ഗേജസുകൾ, വാഹനത്തിലൊക്കെ ഉപയോഗിക്കുന്ന പല ഡിജിറ്റൽ ഗേജ്, വാഹനത്തിൽ മാത്രമല്ല പല സാധനങ്ങളിൽ നമ്മൾ ഗേജസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പലതും ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ. ഈ ഉപകരണങ്ങൾ പലതും കൂടുതലും ഇത് ഇലക്ട്രോണിക് റിലേറ്റഡ് ആയ ഉപകരണങ്ങളാണ് പ്രധാനമായും ഇതിനകത്ത് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇലക്ട്രോണിക് റിലേറ്റഡ് ആയതോ അല്ലാത്തതോ ആയ ഡിജിറ്റലോ അനലോഗോ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളെ പറ്റി പഠിക്കുക. അത് പല ഫാക്ടറികളിലും പല കമ്പനികളിലൊക്കെ ഈ തരത്തിലുള്ള മെഷീൻസൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിനകത്ത് പ്രധാനമായും പഠിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ അഭിപ്രായത്തിൽ 9ാമത്തെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ട്രേഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് സർവേയർ എന്ന് പറയുന്ന ഒരു ട്രേഡാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡാണ്. സർവേയർ എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് നമുക്ക് അറിയാം, സർവേ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സർവേയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്ഥലം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മളൊരു പ്രോപ്പർട്ടി അത് അളന്ന് ഇത്രയാണ് ഈ വീതി അല്ലെങ്കിൽ ഇത്രയാണ് ഏക്കർ, ഇത്ര സെൻറ്റ് എന്നൊക്കെ നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുന്നില്ലേ. അപ്പോൾ ആ ഒരാളുകളെയാണ്, ആ വിഭാഗം ആളുകളെയാണ് സർവേയർ എന്ന് പറയുന്നത്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ചെയിനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ ചെയിൻ്റെ ഒക്കെ നീളം പിടിച്ച് അല്ലെങ്കിൽ ടാപ്പൊക്കെ പിടിച്ചിട്ടൊക്കെ ആയിരുന്നു അളക്കുന്നത്. ഇപ്പോൾ അത് മാറി കുറേ കൂടി ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി, അതായത് ടോട്ടൽ സ്റ്റേഷൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ തിയോഡോലൈറ്റ്, അങ്ങനെ തുടങ്ങിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ സർവേ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിൽ സർവേ ചെയ്യാൻ വേണ്ടി ആളുകളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സർവേയർ എന്ന് പറയുന്ന ട്രേഡിൽ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു 8ാമത്തെ ട്രേഡിലേക്ക് കടക്കുകയാണ്. ഏറ്റവും മികച്ച 8ാമത്തെ എന്ന് പറയപ്പെടുന്ന ട്രേഡിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക്. എന്താണ് ഇലക്ട്രോണിക്സ് മെക്കാനിക്? നമുക്കറിയാം, ഇലക്ട്രോണിക്സിൻ്റെ സ്വാധീനമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. അത്രയേറെ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ, ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ നമ്മുടെ ഇടയിൽ വന്നു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നിർമ്മിക്കുകയും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരെ നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ട്. അതൊരിക്കലും അതിൻ്റെ ഒരു ഡിമാൻഡ് പോയി പോകുന്ന ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് മെക്കാനിക്കുകളുടെ ആവശ്യമുണ്ട്. അത് പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിലും സർവീസ് സൈഡിലാണെങ്കിലും നമുക്ക് ഈ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് തന്നെയാണ്. ഇപ്പം ഇത് പറയുന്ന സമയത്ത് ഞാൻ ഒരൊറ്റ കാര്യം കൂടി എൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. പലരും പല വീഡിയോകളിലും എൻ്റെ വീഡിയോയിൽ തന്നെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ മൊബൈൽ ഫോൺ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ്, മൊബൈൽ ഫോൺ ടെക്നോളജി എന്ന പേരിലൊരു കോഴ്സ് IT-യിലില്ല. അത് അത്ര വലിയ ഡീപ്പായിട്ടുള്ള ഒരു കാര്യവുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം മൊബൈൽ ഫോൺ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കൊരു സാധാരണ ഒരു 1-2 ആഴ്ചകൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളാണ് അതിനകത്തുള്ളത്. പക്ഷേ ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്ന് പറയുന്നത് ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമുക്ക് സർവീസ് ചെയ്യാനും അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്ന ഒരു ട്രേഡാണ്. വളരെ നല്ല ഒരു ട്രേഡ് കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് പെൺകുട്ടികൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 7ാമത്തെ ഒരു ട്രേഡ് പരിചയപ്പെടുത്തുകയാണ്, വെൽഡർ. വെൽഡർ എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം എന്താണ് വെൽഡർ ചെയ്യുന്നത്. വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. വെൽഡിംഗ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ വെൽഡർ എന്ന് പറയുന്നത്. ഈ വെൽഡിംഗ് എവിടെയൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു സെക്ടറിലും നമുക്ക് ഇപ്പം സിവിൽ സെക്ടറിലായാലും മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അങ്ങനെ ഏത് സെക്ടറിലും നമ്മൾ എടുക്കുകയാണെങ്കിലും ഈ വെൽഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം ജീവനക്കാരെ അല്ലെങ്കിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിപ്പോൾ ഇന്ത്യക്കകത്തായാലും ശരി വിദേശത്തായാലും ശരി പലതരത്തിലുള്ള വെൽഡിംഗ് പ്രോസസ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആ രീതിയിലൊക്കെ ഒരു വെൽഡറെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെൽഡിങ് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് വെൽഡർ എന്ന് പറയുന്ന ഒരു ട്രേഡിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഈ തൊഴിൽ വീതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് വെൽഡറുടെ ടെക്നീഷ്യന്മാരെ വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സ്കോപ്പുള്ള ഒരു സാധനം തന്നെയാണ് വെൽഡർ എന്ന് പറയുന്ന ഒരു ട്രേഡ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ 6ാമത്തെ ഒരു ട്രേഡ് പരിചയപ്പെടുത്തുകയാണ്, മെക്കാനിക് ഡീസൽ എന്ന് പറയുന്ന ഒരു ട്രേഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ട്രേഡാണ്. 1 ഇയറിൻ്റെ ഒരു ട്രേഡ് തന്നെയാണ് മെക്കാനിക് ഡീസൽ എന്ന് പറയുന്നത്. അത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ഡീസൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ചില ആളുകളെങ്കിലും ഈ മെക്കാനിക് ഡീസൽ എന്ന് പറയുന്ന ട്രേഡിനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ഈ മെക്കാനിക് ഡീസൽ വാഹനങ്ങളൊക്കെ ഇപ്പോൾ വിപണിയിൽ നിന്ന് ഒഴിവാക്കുകയല്ലേ, അപ്പോൾ അത് എത്രത്തോളം സ്കോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ജോലി സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത മങ്ങുമില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് വെറും വാഹനങ്ങളിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഷിപ്പുകളിൽ പോവുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രിക്കൽ പവർ പ്ലാന്റുകൾ അതുപോലെയുള്ള പല സാഹചര്യങ്ങളിലും നമ്മൾ ഈ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഹെവി ഡീസൽ എഞ്ചിനൊക്കെയാണ് ഇലക്ട്രിക്കൽ പവർ പ്ലാന്റുകൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കുക. അങ്ങനെ പല സെക്ടറുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജനറേറ്ററുകൾ, ഡീസൽ ജനറേറ്ററുകൾ, അങ്ങനെ പല ഫേമുകളിലേക്ക്, വെറും ഒരു ഓട്ടോമോട്ടീവ് സെക്ടറിലേക്ക് മാത്രം നമ്മൾ ഡീസൽ എഞ്ചിനെ ഒതുക്കി കൊണ്ടുപോകാൻ പറ്റില്ല. പല സെക്ടറുകളിലേക്ക് ഈ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന പല മെഷീനറീസും നമ്മുടെ കമ്പനികളിലൊക്കെ ഇന്ത്യയിലും പുറത്തുമൊക്കെ ഉള്ള കമ്പനികളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ട്രേഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ 6ാമത്തെ ഒരു പൊസിഷൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. IT-യിൽ ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയ ഒരു ട്രേഡ് കൂടിയാണ് ഡീസൽ മെക്കാനിക്ക്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു 5ാമത്തെ ട്രേഡിനെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ 5ാമത്തെ ട്രേഡ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം.
അതായത് MRAC എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറയുക, മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. എന്താണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണ്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ്, അതുപോലെ തന്നെ AC, അതുപോലെ തന്നെ കൂളർ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡീപ്പ് ഫ്രീസർ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ജോലി സാധ്യത ഒരിക്കലും കുറയാത്തൊരു സാധനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകളിങ്ങനെ പറയും ഈ AC-യുടെ ഒക്കെ വർക്ക് കുറച്ച് കാലത്തേക്ക് ഉണ്ടോ, ചൂട് കാലത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ, തണുപ്പ് കാലത്ത് അത് വരുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതൊരു കണ്ടീഷനിലും നമുക്ക് വായുവിനെ നമുക്ക് കംഫർട്ടബിൾ ആയ കണ്ടീഷനിലേക്ക് ഒതുക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമാണ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ AC മാത്രമല്ല ഇതിനകത്ത്, ഫ്രിഡ്ജ് ആയാലും അതുപോലെ തന്നെ കൂളർ, ഡീപ്പ് ഫ്രീസർ, അങ്ങനെ അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ സെൻറ്ററുകളൊക്കെ ഇപ്പോൾ മിൽമ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അവിടെയൊക്കെ പിന്നെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ഇതേപോലുള്ള ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട്. ഇത് സർവീസ് ചെയ്യുന്ന സ്ഥലത്തും ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ സൈഡിലും നമുക്ക് ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റുകളുടെയൊക്കെ പ്രൊഡക്ഷൻ സൈഡിലും നമുക്ക് ഈ ഒരു ടെക്നീഷ്യന്മാർക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി എനിക്ക് നാലാമതായിട്ട് കുറെ കൂടി നല്ലത് എന്ന് തോന്നിയ ഒരു ട്രേഡാണ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന ട്രേഡ്. അപ്പം നേരത്തെ നമ്മൾ മെക്കാനിക് ഡീസൽ എന്ന് പറയുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു ട്രേഡാണെങ്കിൽ, ഇവിടെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ വാഹനങ്ങളിലുള്ള എല്ലാ മെക്കാനിക്കലും അതിനകത്ത് വരും. അത് എഞ്ചിൻ മാത്രമല്ല, മറ്റ് പല വിഭാഗങ്ങളുള്ള കാര്യങ്ങൾ, അതായത് ഗിയർ ബോക്സ് ആയാലും മറ്റേതൊരു സാധനം വാഹനവുമായി ബന്ധപ്പെട്ട വീൽസ് ആൻഡ് ടയേഴ്സ് ഉൾപ്പെടെ, അതായത് എഞ്ചിൻ മുതൽ വീല് വരെയുള്ള എല്ലാ സാധനങ്ങളും, വാഹനങ്ങളുടെ ബോഡിയും ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളും ഒക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കുന്നത്. സാധാരണ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിലാണ് ഇവർക്ക് ജോലി കിട്ടുന്നത്. അത് എന്താണ് ഓട്ടോമൊബൈൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പ്രൊഡക്ഷൻ സെൻറ്റർ ആവാം, അല്ലെങ്കിൽ സർവീസ് സെൻറ്റർ ആവാം. അവിടെയൊക്കെ നമുക്ക് ഈ തരം ടെക്നീഷ്യന്മാർക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ ഞാൻ പറയുന്ന ഒരു ട്രേഡാണ് ഫിറ്റർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡാണ് ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡ്. ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു ട്രേഡാണ് ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡ്. പല ആളുകൾക്കും ഈ ഫിറ്റർ ട്രേഡിനെ കുറിച്ച് അത്ര കണ്ട് ഡീപ്പായിട്ട് അറിയില്ല എന്നുള്ളതാണ് കാര്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡ് എല്ലാ സെക്ടറിലും ആവശ്യമുണ്ട്. ഇപ്പോൾ ഓട്ടോമോട്ടീവ് സെക്ടറിലായാലും അല്ലെങ്കിൽ മെക്കാനിക്കൽ സെക്ടറിലായാലും, മെക്കാനിക്കൽ സെക്ടറിൻ്റെ ഒരു മർമ്മപ്രധാനമായ ഒരു ട്രേഡാണ് ഫിറ്റർ എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് ലെയ്ത്ത് മെഷീനെ കുറിച്ചും മില്ലിംഗ് മെഷീനെ കുറിച്ചും എല്ലാ മെഷീനറീസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ സെൻറ്ററിൽ ഒരു അസംബ്ലിംഗ് സെൻറ്ററുകളിൽ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ജോലി സാധ്യതകൾ. ഇപ്പോൾ ഈ അസംബ്ലിംഗ് സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ പാർട്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അവിടെയൊക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ഫിറ്റ് ആണോ, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് പാകത്തിലാണോ ചെയ്യുന്നത്, അതിൻ്റെ ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഉള്ള ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഫിറ്റർ എന്ന് പറയുന്ന ഒരു ട്രേഡിൽ ചെയ്യുന്നത്. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ITകളിലും ഫിറ്റർ എന്ന് പറയുന്ന ഒരു ട്രേഡ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനൊരു മൂന്നാമത്തെ പൊസിഷനിൽ ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയ മൂന്നാമത്തെ ട്രേഡായിട്ട് ഞാൻ ഫിറ്ററിനെ പരിചയപ്പെടുത്തിയത്. ഇനി ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയ രണ്ടാമത്തെ ട്രേഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, ഇലക്ട്രീഷ്യൻ. എന്താണ് ഇലക്ട്രീഷ്യൻ? ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ട്രേഡിൽ എന്താണ് ചെയ്തതെന്ന് അറിയാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും സ്കോപ്പ് അവസാനിക്കാത്തത് അല്ലെങ്കിൽ ഒരിക്കലും ഡിമാൻഡ് കുറയാത്ത ഒരു വിഷയമായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇത് മൂന്നും എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 എഞ്ചിനീയറിംഗ് ട്രേഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഡിമാൻഡ് ഒരിക്കലും കുറയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊക്കെ ഇൻ്റർ റിലേറ്റഡുമാണ്. ഇപ്പോൾ സിവിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഒക്കെ ഇൻ്റർ റിലേറ്റഡ് ആണ് എന്നുള്ളത്. അതായത് ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് മറ്റേ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇതിലുള്ള ആളുകളുടെ ഡിമാൻഡ് എപ്പോഴാണോ കുറയുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ഉള്ളത്, അതേപോലെ തന്നെ അപ്പുറത്തുള്ള 2 ട്രേഡുകളിലും ഡിമാൻഡ് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു ട്രേഡിൽ സാധാരണഗതിയിൽ നമുക്കറിയാം, ഏതൊരു കമ്പനിയിലും ഇലക്ട്രിക്കൽ സെക്ഷൻ കൈകാര്യം ചെയ്യാതെ, വൈദ്യുതി ഇല്ലാതെ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താതെ നമുക്കൊരു മെഷീനറി ഇപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒട്ടുമിക്ക മെഷീനറീസും പ്രവർത്തിക്കുന്നത് ഈ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന മെഷീനറിയാണ്. മോട്ടോറുകളായാലും അതുപോലുള്ള പവർ സ്റ്റേഷനുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട്.
അപ്പോൾ പ്രൊഡക്ഷൻ സെൻറ്ററിലും അതുപോലെ തന്നെ സർവീസ് സെൻറ്ററുകളിലും ഈ ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന വിഭാഗക്കാരെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ടും ഒരു എന്താ പറയുക ലൈസൻസൊക്കെ എടുത്തിട്ട് അവർക്ക് വയറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് വീടുകൾക്കും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കൊക്കെ വയറിങ് ലൈസൻസൊക്കെ കൊടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ആളുകൾക്ക് ഒരു ഡിമാൻഡ് വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത ഒരിക്കൽ പോലും ഇല്ലാതാവുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ഒരു പൊസിഷനിൽ ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയ രണ്ടാമത്തെ പൊസിഷനിൽ ഞാൻ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു ട്രേഡ് കൊടുത്തത്. ഇനി എനിക്ക് തോന്നിയ ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ ഇപ്പോഴത്തെ ഒരു ഡിമാൻഡും ഇപ്പോഴത്തെ ഒരു ആവശ്യകതയും ഇപ്പോഴത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയൊക്കെ വെച്ചിട്ട് ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയ ഒരു ട്രേഡാണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. ഓക്കെ, എന്താണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ? ഓക്കെ, നിങ്ങൾക്കറിയാം സിവിൽ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം വീട്, അതുപോലെ തന്നെ റോഡ്, അതുപോലെ തന്നെ പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഡാമുകൾ തുടങ്ങിയ നമുക്ക് ആവശ്യമുള്ള നിർമ്മാണ മേഖലകളിലെല്ലാം തന്നെ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുകയാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ചെയ്യുന്നത്. ഇവിടെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത് ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെയുള്ള ഒരു വിഭാഗക്കാരാണ്. ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡ്രാഫ്റ്റ്സ്മാൻ്റെ പണിയെന്ന് വെച്ചാൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു പാലം ഇതൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം അതിൻ്റെ ഒരു പ്ലാനിങ്, അതിൻ്റെ ഒരു എസ്റ്റിമേഷനൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഈ പ്ലാനിങ് നടത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം നമുക്കറിയാം, അതിനകത്ത് വരച്ചിട്ട് ഇത് ഇന്ന സ്ഥലത്താണ് ഇന്ന സ്ഥാനം അല്ലേ, നമ്മൾ പ്ലാൻ വരയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ഇതേപോലെ പ്ലാൻ വരച്ച് അതിൻ്റെ എസ്റ്റിമേഷൻ തയ്യാറാക്കി വേണമെങ്കിൽ സർവേ ചെയ്ത്, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെ ഞാൻ സർവേയിങ് മാത്രമായിട്ട് ഒരു ട്രേഡിനെ പരിചയപ്പെടുത്തിയിരുന്നു. ഇവിടെ സർവേയിങ്ങും ഇതിനകത്ത് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത് കുറേ കൂടി അഡ്വാൻസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഞാനിതിന് ഇത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് നിലവിലുള്ള ഗവൺമെൻറ് സെക്ടറിലുള്ള ജോലി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ള ഒരു മേഖലയാണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. അത് നിങ്ങൾ PSCയിലൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. PSCയിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന ട്രേഡിന്. അതുപോലെ തന്നെ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ പോവുകയാണെങ്കിലും ഒരുപാട് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഒപ്പം നമുക്ക് എന്താണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ ഈ ഒരു IT ട്രേഡ് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്ലാൻ പാസ്സാക്കുന്ന ഒരു എന്താ പറയുക ഒരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടെക്നീഷ്യനൊക്കെ ആയി നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് പ്ലാൻ പാസ്സാക്കി കൊടുക്കാം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു വീടിൻ്റെയും കെട്ടിടത്തിൻ്റെയൊക്കെ പ്ലാൻ പാസ്സാക്കിയാൽ എത്ര വലിയ തുകയാണ് നമുക്ക് കിട്ടുക. ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതൊക്കെ നമുക്ക് വരച്ച് പാസ്സാക്കി കൊടുക്കാൻ പറ്റുന്ന പരുവത്തിലേക്കൊക്കെ നമുക്ക് ആവാം ഭാവിയിൽ. അങ്ങനെയും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ബിൽഡേഴ്സിൻ്റെ കൂടെ നമുക്ക് ജോലി ചെയ്യാം. ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ്സ്മാന് ഗ്രേഡ് 2, 3, അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 2, 3, ട്രേസർ, അതുപോലെ തന്നെ ഇതൊക്കെ ഓരോ പഞ്ചായത്തിലും ഉണ്ട്. 2 or 3 എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. 900-1000 പഞ്ചായത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ അത്ര കണ്ട് ഏതാണ്ട് മുനിസിപ്പാലിറ്റികളുമുണ്ട്, കോർപ്പറേഷനുകളുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം മനസ്സിലാക്കുക, ഒരു 1000 പഞ്ചായത്ത് ഉണ്ടെങ്കിൽ 1000 പഞ്ചായത്തിൽ ഒരു 2 വേക്കൻസി എങ്കിലും ഉണ്ടെങ്കിൽ 2000 വേക്കൻസി ഓരോ തവണയും വരുന്നില്ലേ. ഇവർ റിട്ടയർഡ് ആവുന്നതിനനുസരിച്ച് അത്രയും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന ട്രേഡ് ഏറ്റവും മികച്ചത് എന്ന അഭിപ്രായത്തിൽ ഞാൻ ഒന്നാമത്തെ പൊസിഷനിലേക്ക് കൊടുത്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 ട്രേഡുകളും എൻ്റെ അഭിപ്രായത്തിൻ്റെയും എൻ്റെ വിശകലനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാം. ഇനി ഞാൻ ഇതിലൊന്നും പറയാത്ത കുറേ ട്രേഡുകളുണ്ട്. അപ്പം അത് ഉദാഹരണത്തിന് കോപ്പ എന്ന് പറയുന്ന ഒരു ട്രേഡ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമർ. അപ്പോൾ അത് കമ്പ്യൂട്ടറുമായി റിലേറ്റഡ് ആയ ഒരു ട്രേഡാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിനോട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യാം. സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു 10 എണ്ണം പറയുമ്പോൾ പല സെക്ടറുകളിലും അല്ലെങ്കിൽ പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കോപ്പ എന്ന് പറയുന്ന ഒരു ട്രേഡ് 10 എണ്ണം പറയുമ്പോൾ പറയുന്നതാണ്. ഞാൻ എന്തുകൊണ്ട് ഇപ്പോഴത് ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ, ഇന്ന് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് ഈ സർക്കാർ സർവീസിലൊക്കെ കൂടുതലും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാരെയൊക്കെ ഒഴിവാക്കി വരുന്നു എന്നുള്ളതാണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമേഴ്സിനെയൊക്കെ ഒഴിവാക്കി വരുന്നു. കാരണം എല്ലാവർക്കും കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ ഒരു 10 എണ്ണത്തിൽ ആദ്യത്തെ 10ൽ ഉൾപ്പെടുത്താൻ പറ്റാതെ. ഇനി അടുത്തൊരു 10ൽ ഉണ്ടാകുമ്പോൾ എന്തായാലും കോപ്പ എന്ന് പറയുന്ന ഒരു കോഴ്സ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അതേപോലെ എന്താ പറയുക, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ട്രേഡ് ഉണ്ട്. അതൊക്കെ നല്ല ട്രേഡുകളാണ്, ഒരുപാട് നല്ല ട്രേഡുകൾ. നമുക്ക് ഓരോ ട്രേഡും എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ട്രേഡുകളിലാണ്. ഒരു ട്രേഡ് മോശമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച്, അവരുടെ സ്കില്ലിനനുസരിച്ച് അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക. ആ കോഴ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ അവർ ആ കോഴ്സ് 1 വർഷമോ 2 വർഷമോ മുഴുവനായിട്ടും അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് പഠിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു വിജയം കരസ്ഥമാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ജോലി കരസ്ഥമാക്കാൻ പറ്റും. IT-യിൽ പഠിച്ചാലുള്ള ഒരു ഗുണം അതാണ്, ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു ജോലി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ജോലി കിട്ടട്ടെ, എല്ലാവരും IT-യിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവട്ടെ, അഡ്മിഷൻ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും അടുത്തൊരു ദിവസം കാണാം. താങ്ക്